ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിലെ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ചോദ്യം. എ 1.5 meter tall A 1.5 meter tall boy is standing at some distance from 30 meter tall building. The angle of elevation from his eye to the top of the building increases from 30 to 60 degree as he walks towards the building. Find the distance walked towards the building. ഈ ചിത്രം എങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നോക്കിക്കോളാം. ഒരു 1.5 മീറ്റർ ഉയരമുള്ള ഒരു കുട്ടി ഒരു ബിൽഡിങ്ങിൽ നിന്നും 30 മീറ്റർ അകലെയാണ് നിൽക്കുന്നത്, അല്ലേ? 30 മീറ്റർ നീളമുള്ള ഒരു ബിൽഡിങ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ നീളമാണ് 30 കേട്ടോ. കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1.5. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരും, ഇവിടെയും 1.5 വരും. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള ഫസ്റ്റത്തെ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 30 ആണ്. ആ കുട്ടി കുറച്ച് മുമ്പിലോട്ട് വന്നു, അപ്പം ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 60 ആയി. ഇതാണ് നമ്മളുടെ ചിത്രം. നമുക്ക് കാണേണ്ടത് ഈ കുട്ടി ഇങ്ങോട്ട് സഞ്ചരിച്ച് ഈ ഡിസ്റ്റൻസ് ആണ്, അഥവാ FE ആണ് നമുക്ക് കാണേണ്ടത് ഈ ചിത്രത്തിൽ. Find the distance he walked towards the building. ബിൽഡിങ്ങിന് അടുത്തേക്ക് അയാൾ സഞ്ചരിച്ച ദൂരം. ഓക്കെ, അപ്പോൾ ഇതിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് AC ആണ്. ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? AC ആണ്. ഡിസ്റ്റൻസ് വാക്ക്ഡ് ടുവേർഡ്സ് ദ ബിൽഡിംഗ് എന്ന് പറയുന്നത് FE ആണ്. FE ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. FE എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആയ FDയിൽ നിന്നും, അഥവാ FDയിൽ നിന്നും ED മൈനസ് ചെയ്താൽ നമുക്ക് FE കിട്ടും. ഓക്കെ, ടോട്ടൽ ലെങ്ത് ആയ FDന്ന് DE മൈനസ് ചെയ്താൽ നമുക്ക് FE കിട്ടും. അപ്പോൾ ഈ രണ്ട് ലെങ്ത്തുകൾ കാണണം. ഇനി FBയും DCയും നമുക്ക് തന്നിട്ടുള്ള മെഷർമെന്റുകളൊക്കെയാണ് ഇവിടെ നോട്ട് ചെയ്യണം കേട്ടോ. FBയും DCയും 1.5 ആണ്. അപ്പൊ AD എത്രയായിരിക്കും? ടോട്ടൽ ലെങ്ത്, ടോട്ടൽ ബിൽഡിംഗ് ആണ് AC എന്ന് പറയുന്നത്, അത് 30 ആണ്. അതിൽ നിന്ന് 1.5 പോണ്ടേ, അതല്ലേ AD കിട്ടുക. ED വെച്ചിട്ടല്ലേ നമുക്ക് ഈ രണ്ട് സൈഡുകൾ കാണാൻ പറ്റുക. അപ്പോൾ 30ന്ന് 1.5 പോകണം. അപ്പോൾ 30 പോയിന്റ് ഇല്ലാത്ത നമ്പറാണ്. അപ്പോൾ ഒരു പോയിന്റ് ഇട്ടിട്ട് 0 ഇട്ട് കൊടുക്കുക, എന്നിട്ട് 1.5 എഴുതുക. ഇവിടെ ബോറോ ചെയ്ത് വരുമ്പോൾ ഇവിടെ 10 ആകും, ഇവിടെ 9 ആകും, ഇവിടെ 2 ആകും. ഓക്കെ, ദെൻ 10ന്ന് 5 പോയാൽ 5, 9ന്ന് 1 പോയാൽ 8, 2, 28.5. ഓക്കെ, ഇനി ഇനി 30, 60, 90 ആ ആംഗിളുകളാണ് നമുക്ക് വരുന്നത്. ആ റേഷ്യോ കാണാനുള്ള ട്രയാംഗിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ FD കാണാൻ പോവാണ് കേട്ടോ. ആരെ കാണാൻ പോകുന്നത്? FD. ഈ ലെങ്ത്. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ആരാ? 30യുടെ ഓപ്പോസിറ്റ് ആരാ? AD. ആരെ കാണണം? FD കാണണം. ഒന്നെങ്കിൽ ടാൻ അല്ലെങ്കിൽ കോട്ട്. ഓക്കെ, കോട്ട് ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ ടാൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 ഉപയോഗിച്ചാലും നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ടാൻ 30യുടെ വാല്യൂ എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പോൾ 1/√3. ഓക്കെ, കോട്ടാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചു വരും. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × FD 28.5 × √3. ഓക്കെ, √3 അവിടെ കിടക്കട്ടെ. 28.5 √3 അതാണ് FDയുടെ വാല്യൂ. ഇനി നമുക്ക് ED കാണണം. ED കാണാൻ ഞാൻ ടാൻ 60 എടുത്തു. ഓക്കെ, ED കാണാൻ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ടാൻ 60 എടുത്തു. ടാൻ 60 എന്താ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പോൾ ഓപ്പോസിറ്റ്, ടാൻ 60യുടെ ഓപ്പോസിറ്റ് AD ആണ്, അഡ്ജസന്റ് ED ആണ്. ഇതിൽ നിന്ന് ടാൻ 60യുടെ വാല്യൂ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് √3/1. EDനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ √3 × ED 28.5. √3നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. അപ്പോൾ 28.5/√3 അതാണ് EDയുടെ വാല്യൂ. ഓക്കെ, ആദ്യം ടാൻ 30 വെച്ചുകൊണ്ട്
ആദ്യം ടാൻ 30 വെച്ചുകൊണ്ട് നമ്മൾ എഫ് ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ദെൻ ടാൻ 60 വെച്ചുകൊണ്ട് ഇ ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി ഈ എഫ് ഡിന്ന് ഇ ഡി പോയാൽ നമുക്ക് ആരെ കിട്ടും? എഫ് ഇ കിട്ടും. ഓക്കെ, എഫ് ഇ എന്ന് പറയുന്നത് എഫ് ഡിന്ന് ഡി ഇ പോണതാണ്. അഥവാ 28.5 റൂട്ട് 3ന്ന് 28.5/√3 പോകണം. ഇതിനെ നമ്മളൊന്ന് ക്രോസ് ചെയ്താൽ മതി. 28.5 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 മൈനസ് 28.5 ഡിവൈഡഡ് ബൈ റൂട്ട് 3 വരും അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെ. 28.5 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 1 മൈനസ് 1 ഇൻറ്റു 28.5 28.5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു റൂട്ട് 3 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എത്രയാണ്? 3 ആണ്. അപ്പോൾ അടുത്തത് ഇനി 28.5 അഥവാ 285 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 15 5 ശിഷ്ടം 1 വരും. 24 1 25 5 ഇഷ്ടം 2 ഒരു 3 3 6 6 7 8 ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. 85 പോയിന്റ് ഓക്കെ 85.5 അത് വേറെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള കേട്ടോ. നമുക്ക് ഇവിടെ ചെയ്തിട്ടുള്ള രീതിയിൽ നോക്കാം. 85.5 കിട്ടും. ഓക്കെ, 85.5ന്ന് ആര് പോണം? 28.5 പോണം. 5ന്ന് 5 പോയാൽ 0. ഓക്കെ, അപ്പോൾ പോയിന്റ് 5ന്ന് 8 പോവില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കടെടുത്തു. അപ്പോൾ ഇവിടെ 15 ആവും. 15ന്ന് 8 കഴിഞ്ഞിട്ട് എണ്ണിയാൽ മതി. 9 10 7 വരും. ഇവിടെ ഇനി 7 ആണ്. 7ന്ന് 2 പോയാൽ 57. 57/√3 എന്ന് വരും. ഓക്കെ, കണ്ടോ? 57/√3 ഇതന്നെയല്ലേ ഇവിടെയും കിട്ടിയത്. ഓക്കെ, ആദ്യം 28.5നെ 3 ഗുണിച്ചു. അപ്പോൾ 85.5 കിട്ടി. 85.5ന്ന് 28.5 മൈനസ് ചെയ്തു. അപ്പോൾ 57.0 അഥവാ 57 പിന്നെ ഡിവൈഡഡ് ബൈ √3. ഇനി ഇതെങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 28.5 ഉണ്ട്, ഇവിടെ 28.5 ഉണ്ട്. അപ്പോൾ 28.5നെ പുറത്തെടുത്തു. ബാക്കി ഇവിടെ ഒരു 3, ഇവിടെ ഒരു 1, ഏതൊരു സംഖ്യയുടെയും കൂടെ 1 ഉണ്ടാവും. 3ന്ന് 1 പോയാൽ എത്രയാ? 2. 28.5ന്റെ ഇരട്ടി 57. ഓക്കെ, എങ്ങനെ ചെയ്താലും നമുക്ക് 57/√3 കിട്ടും. ഓക്കെ, ഇനി 57 എന്ന് പറഞ്ഞാൽ 19 × 3 ആണ് അല്ലെ? 3ന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം താഴെ √3 ആണ്. അപ്പം മുകളിൽ √3 വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മുകളിൽ √3 വരണം എന്നുണ്ടെങ്കിൽ മുകളിൽ ആര് വരണം? 3 വരണം. അപ്പോൾ 19 57നെ നമ്മളൊന്ന് നോക്കിയാൽ മതി. 9 9 27 ആണ്. 7 വരുന്നത് 9 3 ആണ് 20. അപ്പോൾ 19 × 3 അല്ലേ? 9 27 5 2 ഒരു 3 3 3 2 5 ഉണ്ടോ? അപ്പോൾ ഈ 3നെ ഇനി √3 × √3 എഴുതാം. അപ്പോൾ ഇതിൽ നിന്നൊരു √3യും ഇതിൽ നിന്നൊരു √3 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കി 19 √3 ഉണ്ട്. അപ്പോൾ എഫ് ഇ അല്ലെങ്കിൽ എത്ര മീറ്റർ ആണ് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് അവൻ മൂവ് ചെയ്തത് അല്ലെങ്കിൽ സഞ്ചരിച്ചത്? 19 √3 അഥവാ 19 √3 മീറ്റർ ആണ് അവൻ എന്ത് ചെയ്ത് മൂവ് ചെയ്തത്. ഡിസ്റ്റൻസ് വാക്ക്ഡ് ടുവേർഡ്സ് ദ ബിൽഡിംഗ് 19 √3 മീറ്റർ. എത്രയാണ്? 19 √3 മീറ്റർ.